من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവ്വാദരണീയരായ നമ്മുടെ മഹല്ലത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഖാദിമുൽ ഇസ്ലാം സഭയുടെ കരുത്തുറ്റ സാരഥി മുഹമ്മദ് കുട്ടി മാസ്റ്റർ അവറുകളെ, സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും നമുക്ക് ഖൈർ പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തുപോയ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളായി, മുഖ്ലിസീങ്ങളായി, സച്ചരിതരായ അടിമകളായി മരണം വരെ ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ രംഗമായ മരണത്തോട് മല്ലിടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു മരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മഹത്തായ ഈ വേദിയിലേക്ക് മുഖ്യപ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ഹുദവി ഉസ്താദിനെയും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മജ്ലിസുൻ നൂറിന്റെ സംസ്ഥാന അമീറുമായ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവറുകളെയും കാത്തിരിക്കുകയാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തണൽ നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മൾ എല്ലാ ദിവസവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ ആ പ്രാർത്ഥന നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിന് സമർപ്പിക്കാറുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ശരിയായ മാർഗത്തിലേക്ക്, നന്മയുടെ വഴിയിലേക്ക്, ഹിദായത്തിൻ്റെ സുഹൃതങ്ങളുടെ വസന്തങ്ങളുടെ ലോകത്തേക്ക് ഞങ്ങളെ വഴി നടത്തണേ എന്ന് ഓരോ നിസ്കാരങ്ങളിലും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഈ വഴിയെ വളരെ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. ഏതാണ് ഈ വഴി? സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം ഏതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പരിശുദ്ധമായ ഖുർആനിൽ വളരെ മനോഹരമായി അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന, നബിമാരുടെ മാർഗമാണ്, വസ്സുദ്ദീഖീന, സുദ്ദീഖീങ്ങളുടെ വഴിയാണ്, വശുഹദാഇ, ശുഹദാക്കളുടെ വഴിയാണ്, വസ്സാലിഹീന, സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം ഈ ഒരു വഴിയിലാണോ നമ്മൾ ഉള്ളത് എന്നതിനെ കുറിച്ചാണ്. അള്ളാഹു അനുഗ്രഹിച്ച നബിമാരുടെയും അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ മാതൃക പിൻപറ്റിക്കൊണ്ടാണോ ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ 5 വക്ത് നിസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വല്ല ഫലവും ഉണ്ടാകുമോ എന്നൊരു ചിന്തയാണ് നമ്മൾ ഈ സദസ്സിലിരിക്കുമ്പോൾ നടത്തേണ്ടത്. മഹാന്മാരായ അമ്പിയാക്കന്മാരെയും മഹാന്മാരായ ഔലിയാക്കന്മാരെയും സലഫു സാലിഹീങ്ങളെയും മനോഹരമായി പിൻപറ്റുന്ന പാതയാണ് നമ്മുടെ പാത. കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉപ്പാപ്പമാർ ജീവിതത്തിൽ ചെയ്തു പോയ സുഹൃതങ്ങൾ കാരണമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മനോഹരമായ ജീവിത വ്യവസ്ഥിതി ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ വേദിയിൽ പലവട്ടം പ്രഭാഷണങ്ങളിലൂടെ സംസാരങ്ങളിലൂടെയൊക്കെ നമ്മൾ പലവട്ടം കേൾക്കുകയുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ ഒരു അവസ്ഥ നമ്മൾ പഠിക്കണമെങ്കിൽ, ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഈ അവസ്ഥ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ കേരളം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ പോയി നോക്കണം. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കയറിപ്പോയി നോക്കണം. കുടിയേറി പാർക്കുന്ന കുടിയേറ്റ മേഖലകളിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കുമൊക്കെ നമ്മൾ കയറി നിന്നുകൊണ്ട് ഒരു പരീക്ഷണം നടത്തൽ,
ഒരു നിരീക്ഷണം നടത്തൽ അത്യാവശ്യമാണ്. അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ, ആ രാജ്യങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളായ ആളുകൾ എത്രത്തോളം മതബോധമുള്ളവരാണ് എന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ സുകൃതം ചെയ്തവരാണ്, നമ്മൾ നന്മ ചെയ്തവരാണ്. പൂർവികരായ ആളുകൾ നന്മയുടെ വഴി പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിച്ച ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗം, ശരിയായ മാർഗം, യാഥാർത്ഥ്യത്തിന്റെ വഴി, ഹക്കിന്റെ മാർഗരേണു, ആ രേണുവിലാണ് നമ്മൾ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധരായ അഹ്ലു ബൈത്ത് യമനിന്റെ പാരമ്പര്യത്തിൽ നിന്ന് പായക്കപ്പലേന്തി കേരളത്തിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദൗത്യവുമായി കടന്നു വന്ന ആളുകൾ. നമുക്കറിയാമല്ലോ, പരിശുദ്ധമായ കേരള നാട് എന്ന് പറയുന്നത് മനോഹരമായ ഇസ്ലാമിക സംസ്കാരം കൊണ്ട് പേരുകേട്ട നാടാണ്. സംസ്കാരങ്ങളുടെ വിളനിലമാണ് കേരളം. എന്തേ അതിന് കാരണം? പരിശുദ്ധമായ ഇസ്ലാം എന്തുകൊണ്ട് കേരളത്തിൽ ഇത്ര ആരൂഢമാകാൻ എന്താണ് കാരണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, അത് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ കേരളത്തിൽ പരിശുദ്ധമായ ദീനെത്തി എന്നതാണ്. നമ്മൾ പാട്ടിലൂടെ കേൾക്കാറുണ്ട്, വരികളിലൂടെ കേൾക്കാറുണ്ട് മാലിക് ദീനാറിന്റെ ചരിത്രത്തെക്കുറിച്ച്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനോഹരമായി ഏൽപ്പിച്ച ദീപശിഖ. അവിടുന്ന് ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് ഒരു വർത്തമാനം പറയുന്നുണ്ട്, ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന സഹാബത്തുൽ കിറാമിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നടത്തുന്ന മനോഹരമായ ഒരു പ്രഭാഷണമുണ്ട്. ലോകത്തവസാനം വരെ വരാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഏറ്റവും വലിയ പ്രഭാഷണമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നടത്തിയത്. അന്ന് പറഞ്ഞൊരു വർത്തമാനമുണ്ടായിരുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽയൗമ അക്മൽതു ലക്കും, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തരികയാണ്, ദീനക്കും, നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തീകരിച്ചു തരികയാണ്, വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ മനോഹരമായ, എൻ്റെ വലിയ വിശാലമായ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ ജീവിതത്തിൽ അനുവർത്തിച്ച എൻ്റെ വാക്കുകളും എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ മൗനാനുവാദവും ലോകാവസാനം വരെ വരാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയായിരുന്നു. ആ പറച്ചിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം വളരെയധികം ഉൾക്കൊണ്ട ആളുകളായിരുന്നു സഹാബത്തുൽ കിറാം. പിന്നെ അവരെ ആലോചിച്ചിരുന്നില്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ജയന്തി ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിലെത്തി. പരിശുദ്ധമായ ഇസ്ലാം അന്ന് തന്നെ മനോഹരമായി പ്രഫുല്ലമായി കേരളത്തിൽ നിലനിന്നു പോന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് കൺകുളിർക്കെ കണ്ട് മക്കായിലേക്ക് പുറപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ചേരമാൻ പെരുമാൾ എന്ന് ചരിത്രം അയാളെ വിശേഷിപ്പിച്ചു. താജുദ്ദീൻ എന്ന് പരിശുദ്ധമായ ഇസ്ലാം അയാൾക്ക് പേര് നൽകി. സഹാബിയാണ്. കേരളത്തിന്റെ സംഭാവന ഒരു സഹാബിയെ നൽകാൻ കഴിഞ്ഞു എന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു വഴിയാണ് നമ്മുടെ വഴി എന്നത്. പാരമ്പര്യമായി കേരളത്തിൽ മുസ്ലിങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന അനുഷ്ഠാനങ്ങൾ, കേരളത്തിൽ പാരമ്പര്യമായി മുസ്ലിങ്ങൾ അനുവർത്തിച്ചു പോന്നിരുന്ന ജീവിത രീതികൾ, ഈ ജീവിത രീതി തന്നെയാണ് യഥാർത്ഥ വഴി, ഹക്കിന്റെ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലല്ല ലോകത്ത് പകരം വെക്കാനില്ലാത്ത പ്രസ്ഥാനത്തിന് അടിത്തറപ്പാകാനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. 1926 കാലഘട്ടങ്ങളിൽ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ നാടുവിട്ട ചില ആളുകൾ, കൊടുങ്ങല്ലൂരിലേക്ക് നാടുവിട്ട ചില ആളുകൾ, ആ ആളുകളുടെ കുബുദ്ധിയിൽ നിന്നുദിച്ച പരിശുദ്ധമായ ഇസ്ലാമിനെ വികലമാക്കാനും മോശമായി ചിത്രീകരിക്കാനും അവർ കാണിച്ച തന്റെ ഇടം, അവർ കാണിച്ച ആ ഒരു ഭീപത്സജനകമായ
പരിതാപകരമായ അവസ്ഥ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ 1926 ശേഷം ചില ആളുകൾ കേരളത്തിൽ വന്നു. അവരുടെ പ്രഖ്യാപനം എന്തായിരുന്നു? അവർ നടത്തിയ പ്രചരണങ്ങൾ എന്തായിരുന്നു? ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും അവർ നടത്തിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു? പാവപ്പെട്ട സുന്നികളായ ആളുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കരുത്തരായ വക്താക്കൾ, അള്ളാഹുവിനെയും റസൂലിനെയും മുറുകെ പിടിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പിൻപറ്റുന്ന ആളുകൾ, അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, ഈ ആളുകളെയൊക്കെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു വർത്തമാനമുണ്ടായിരുന്നു. കേരളത്തിന്റെ മുക്കുമൂലകളിൽ അവർ നടത്തിയ പ്രസ്താവന എന്തായിരുന്നെന്നറിയുമോ? നിങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങളല്ല, നിങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങളല്ല, നിങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങളല്ല. ഈമാനിന്റെ ഒരു അണു പോലും നിങ്ങളില്ല, ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് പോലും നിങ്ങൾക്കില്ലെന്ന് ഘോരഘോരം പ്രഭാഷണം നടത്തുകയും വരപ്രഘോഷണങ്ങളും ഗിരിപ്രഭാഷണങ്ങളുമായി നിറഞ്ഞു നിന്ന ആളുകൾ ഉണ്ടായിരുന്നു. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് അടിത്തറ പാകുന്നതിന്റെ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്നേ വരെ ജീവിച്ചിരുന്ന ആളുകൾ സഹാബത്തിനെ പിൻപറ്റിയിരുന്ന ആളുകളായിരുന്നു, താബിഈങ്ങളെ പിൻപറ്റിയ ആളുകളായിരുന്നു, താബിഈങ്ങളെ പിൻപറ്റിയ ആളുകളായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലഘട്ടക്കാർ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയുന്നത് ഖർനി, എന്റെ കാലഘട്ടക്കാരാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നോടൊപ്പം സഹവസിച്ച ആളുകളാണ്. സുമ്മല്ലദീന യലൂനഹും, സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരനുധാവനം ചെയ്ത് അനുധാവനം ചെയ്ത് താബിഈങ്ങളും തബഉ താബിഈങ്ങളുമായ ആളുകളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പ്രഖ്യാപനമായിരുന്നു. അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബത്തുൽ കിറാം വാനലോകത്ത് മനോഹരമായി വെട്ടിത്തിളങ്ങുന്ന താരഗണങ്ങളെ പോലെയാണ്, നിങ്ങൾ അവരോടൊപ്പമാണ് അണിനിരക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാരമ്പര്യത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ കാലങ്ങളായി നിലനിന്ന് പോന്നിരുന്നത്. അവർ കാണിച്ചതാണ് ഖുതുബിയ്യത്ത്, അവർ കാണിച്ചതാണ് മൗലിദ് പാരായണം, അവർ കാണിച്ചതാണ് റാത്തീബ്, അവർ കാണിച്ചതാണ് ഖബർ സിയാറത്ത്, അവർ കാണിച്ചതാണ് മഹാന്മാരായ ഔലിയാക്കന്മാരെയും അംബിയാക്കന്മാരെയും ബഹുമാനിക്കുക എന്ന് പറയുന്നത്. തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ, അല്ലാഹു ശ്രദ്ധപ്പെടുത്തിയതിനെ, അല്ലാഹു മഹത്വവൽക്കരിച്ചതിനെ, അതിനെ നമ്മളും മഹത്വവൽക്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇസ്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരോട് എന്ത് ഇസ്ലാമാ നിങ്ങൾക്കുള്ളത് എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. പാവപ്പെട്ട ഞങ്ങളുടെ പൂർവ്വസൂരികളായ ഞങ്ങളുടെ വല്ലിപ്പാക്കും വല്ലിമ്മാക്കും തെറ്റുപറ്റി എന്നാണോ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കാൻ ശ്രമിച്ചവർ, ഔലിയാക്കന്മാരെ നിന്ദിക്കാൻ ശ്രമിച്ചവർ, അവരെ മോശമാക്കാൻ ശ്രമിച്ചവർ, മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ, ഇവരോടൊക്കെ പറയാനുള്ളത്, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അവരനുധാവനം ചെയ്തു വന്ന നക്ഷത്രതുല്യരായ സഹാബത്തുൽ കിറാം, ആ വഴിയിലാണ് കേരളത്തിലെ പ്രബുദ്ധരായ മുസ്ലിം കൈരളിയിലെ മുസ്ലിങ്ങളും സുന്നികളായ ആളുകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളും ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1926 ശേഷം പ്രചണ്ഡമായ പ്രചരണമായിരുന്നു കേരളത്തിലെ സുന്നികൾക്കെതിരെ. ബിംബാരാധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഖബറാരാധനയാണ്, ഖബർ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ എന്ന് ഒരു വട്ടം വിളിക്കുന്നവൻ 1000 വട്ടം കാഫിറാകുന്നു എന്നുവരെ അച്ചുനിരത്തിയ ആളുകളെ കേരളത്തിൽ കാണാൻ പറ്റി. വേദികളിലൊക്കെ അവർ പ്രഭാഷണങ്ങൾ നടത്തി കേരളത്തിലെ പാവപ്പെട്ട എന്റെയും നിങ്ങളുടെയും ഒക്കെ വല്ലിപ്പാന്റെയും വല്ലിമ്മാന്റെയും ഒക്കെ ഈമാനിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു. അപ്പോഴാണ് നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്, കാലം അമൂല്യമായ നിധി പോലെ നമുക്ക് സമ്മാനിച്ച വരക്കൽ മുല്ലക്കോയ തങ്ങൾ രംഗപ്രവേശനം നടത്തുന്നത്. കേരളത്തിലെ ബിദ്അത്തിന്റെ കക്ഷികൾ രംഗപ്രവേശനം നടത്തിയപ്പോ മഹാനായ വരക്കൽ മുല്ല
മുല്ലക്കോയ തങ്ങൾ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. സയ്യിദന്മാരാണ് നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. സയ്യിദന്മാരുടെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുന്ന ആളുകളാണ് അന്നും ഇന്നും എന്നും നമ്മുടെ പാരമ്പര്യം. പാണക്കാട്ട് സാദാത്യങ്ങളുടെ പിന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. പ്രിയപ്പെട്ടവരെ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് വലിയ മഹാനായിരുന്നു. ജീവിതം അത്ഭുതമായി, ജീവിതം കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ച അത്യപൂർവ സിദ്ധിയുടെ ഉടമയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള്. വരക്കൽ മുല്ലക്കോയ തങ്ങള്, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉപ്പാപ്പയുടെ ചരിത്രം വളരെ മനോഹരമായി നമുക്ക് ചരിത്ര താളുകളിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട്ടെ സാമൂതിരി രാജാവ് ഓല നൽകിയിരുന്നു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വല്ലിപ്പാന്റെ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി. കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ്. കേരളത്തിലേക്ക് ഇസ്ലാമുമായി വന്ന ഒരാളുടെയും അപ്രമാദിത്വം കൊണ്ടോ അയാളുടെ സാമ്പത്തികമായ രംഗം കൊണ്ടോ അല്ല കേരളത്തിലുള്ള ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സ്വഭാവ മഹിമ കൊണ്ടായിരുന്നു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉത്കൃഷ്ടമായ മനോഹരമായ സാംസ്കാരിക തനിമ, ആ തനിമ കണ്ടിട്ടായിരുന്നു പല ആളുകളും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള ആളുകളെ അംഗീകരിച്ചിരുന്ന ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ല. കോഴിക്കോട്ടെ സാമൂതിരി രാജാവായിരുന്നു. തന്റെ പട്ടത്തിലുള്ള തനിക്ക് കീഴിലുള്ള മുഴുവൻ പറമ്പുകളിൽ നിന്നും മോലയിടിപ്പിച്ച് ഇന്ന് കോഴിക്കോട്ട് ഇടിയങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളി നിർമ്മിക്കാൻ വരെ ഓല നൽകിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. എന്നിട്ടോ ഓരോ വർഷവും ഓല മാറ്റുമായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പള്ളിയുടെ ഓല മാറ്റുമായിരുന്നു. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലും ഓലപ്പുരകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഓലപ്പുരകളെ കാണാൻ കഴിയുമായിരുന്നില്ല. വേലി കെട്ടിയതൊക്കെ എനിക്ക് ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട്. ആ ഓരോ വർഷവും നമ്മൾ വേലി കെട്ടാൻ വേണ്ടി ഓല മാറ്റുന്നത് പോലെ പള്ളിയിലെ ഓല മാറ്റി, സാമൂതിരി പള്ളിയിലെ ഓല മാറ്റി കൊണ്ടുപോയിട്ട് തന്റെ രാജദർബാറിന്റെ മുകളിലുള്ള മനോഹരമായ ബംഗ്ലാവിന് മുകളിൽ ഒരു ബറക്കത്ത് പോലെ, ഒരു അനുഗ്രഹം പോലെ ആ പള്ളിക്ക് വേണ്ടി നിർമ്മിച്ച, പള്ളിക്ക് വേണ്ടി മടഞ്ഞ ഓലകൾ കൊണ്ടുപോയിട്ടിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ആ മനോഹരമായ പാരമ്പര്യത്തിലാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കാലം കുതുബ് എന്ന് പേര് വിളിച്ച്, കാലം മഹാൻ എന്ന് വിളിച്ച്, എല്ലാവർക്കും അതുല്യനായി, എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ആളായി, സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ആളായി, വലിയ വ്യക്തിത്വമായിട്ടായിരുന്നു മഹാനവർകൾ ജീവിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു പാരമ്പര്യമാണ് നമ്മളിൽ ഉള്ളത്. വരക്കൽ തങ്ങളുടെ പാരമ്പര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മനോഹരമായ വഴി അനുധാവനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് നേതൃത്വം നൽകിയ അഗ്രേസരായ പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഉൾക്കിടലത്തോടു കൂടിയാണ്, വളരെ അത്ഭുതത്തോടു കൂടിയാണ് നമ്മളത് വായിക്കുക. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇവരായിരുന്നു നമുക്ക് നേതൃത്വം നൽകിയിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരാണ് നമുക്ക് നന്മയുടെ മാതൃക, നന്മയുടെ വഴി വെളിച്ചം നമുക്ക് കാണിച്ചു തന്നത്. ഈ വലിയ മഹാരഥന്മാരായ ആളുകളാണ്. ചരിത്രം സുദീർഘമാണ്. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിങ്ങൾക്ക് എന്താണ് നൽകിയത് എന്ന ചോദ്യത്തിന് ഒരുപാട് മറുപടികളാണ് പറയാനുള്ളത്. തലയിൽ തൊപ്പിയിട്ടിരിക്കുന്ന, നേരം വെളുത്താൽ സ്ലേറ്റും പുസ്തകവുമായി നമ്മുടെ റോഡിലൂടെയും പറമ്പിലൂടെയും മദ്രസകളിലേക്ക് നടന്നു പോകുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച നമ്മൾ മനോഹരമായി കാണാറുണ്ട്. കേരളത്തിൽ ഈ മനോഹരമായ അവസ്ഥ കൊണ്ടുവന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനമാണ്. നെറ്റിൽ, ഗൂഗിളിൽ ഇന്നും നമുക്ക് സെർച്ച് ചെയ്താൽ എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം കേരളത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ കൃത്യമായി സമൂഹത്തിലെത്തിക്കുക. സുന്നത്ത് ജമാഅത്ത് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തുൽ കിറാമും താബിഈങ്ങളും തബഉ താബിഈങ്ങളും നമുക്ക് കാണിച്ചു തന്ന മാതൃക, ആ വഴി, ആ ചര്യ, അത് നമുക്ക് മനോഹരമായി നിലനിർത്തി തന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. കേരളത്തിലെ ആലിമീങ്ങളെയും കേരളത്തിലെ പാവപ്പെട്ട സുന്നികളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത ആളുകളെ ഇരുത്തേണ്ടിടത്തിരുത്തി
തിരുത്താനും പിടിച്ചു കെട്ടേണ്ടടുത്ത് പിടിച്ചു കെട്ടാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ആ നേതൃത്വത്തിന് പിന്നിൽ അണിനിരന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത്. ആരാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നറിയുമോ? കറാമത്തിന്റെ ഉടമകളായ ആളുകൾ, പാരത്രിക ലോകത്തെക്കുറിച്ച് മാത്രം ബോധമുള്ള ആളുകൾ, അല്ലാഹ് എന്ന വിചാരമുള്ള ആളുകൾ, പടച്ചവനെ പേടിയുള്ള ആളുകൾ, റബ്ബേ എന്ന് ഉൾവിളിയുള്ള ആളുകൾ, കറാമത്തിന്റെയും വലിയ വലിയ അത്ഭുത സിദ്ധികളുടെയും ഒക്കെ ഉടമയായ ആളുകൾ. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് കേരളത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സാന്നിധ്യത്തിൽ രൂപീകരിക്കപ്പെടുമ്പോ അതിൽ 26കാരനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. 26കാരനായ ചെറുപ്പക്കാരൻ, 26കാരനായ ആ ചെറുപ്പക്കാരനെയാണ് പിന്നീട് കേരളം വിളിച്ചത് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അതിലെ മുശാവറ അംഗമായി അന്ന് തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു. ഇഖ്ലാസിന്റെ, തഖ്വയുടെ, വിനയത്തിന്റെ, സൂക്ഷ്മതയുടെ, സൽസ്വഭാവത്തിന്റെ ഉടമയായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. തൊട്ടക്കാട് എന്ന് പറയുന്ന പ്രദേശമുണ്ട്, മഞ്ചേരിക്കടുത്ത്. പുല്ലൂരിലേക്ക് പോകും, പുല്ലൂരും കഴിഞ്ഞിട്ട് തൊട്ടക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജന്മം കൊള്ളുന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പിന്നീട് തന്റെ പ്രവർത്തന മണ്ഡലമായി ബഹുമാനപ്പെട്ട വാഴക്കാടിനെ മാറ്റുകയായിരുന്നു. വാഴക്കാടിന്റെ സീമന്ത പുത്രനായി മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഒരുപാട് കാലം വാണു. എന്നും കണ്ണിയത്ത് ഉസ്താദിന്റെ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട ഖബറുള്ളത് അത് ഈ വാഴക്കാടാണ് പ്രിയപ്പെട്ടവരെ. ആരായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്? ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അള്ളാഹ് എന്ന ചിന്തയുമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയായി, റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ച അടിമയായി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചു പോന്നു. പ്രിയപ്പെട്ടവരെ, ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ, ദർസിന് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന്. നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെറുപ്പത്തിലെ നുള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് ഭാവിയിൽ വലിയ ക്യാൻസറായി മാറും. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ വലിയ ജീവിതത്തിന്റെ തഖ്വയുടെ വലിയ ഉദാഹരണമായി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ജീവിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മുസ്ലിയാർ കുട്ടികൾക്ക് വീട്ടുകാർ ചെലവിന് നൽകാറുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ അതിനുവേണ്ടിയൊക്കെ മത്സരങ്ങൾ നടക്കാനുണ്ടായിരുന്നു. ഒരു പള്ളിയിൽ ഒരു മുതഅല്ലിമ് വന്നാൽ ആ മുതഅല്ലിമിനെ സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി. പഴയ കാലഘട്ടത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചെലവിന് പോയിരുന്നൊരു വീടുണ്ടായിരുന്നു. ചെലവിന് പോയിരുന്നൊരു വീട്. ഒരു ദിവസം ആ ചെലവ് വീട്ടിലെ ഗൃഹനാഥൻ മരണപ്പെട്ടു. ആ ദിവസം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചെലവിന് പോയില്ല, ഭക്ഷണത്തിന് പോയില്ല. പിറ്റേ ദിവസം അന്വേഷിച്ചു, ചോദിച്ചു കണ്ണിയത്ത് ഉസ്താദിനോട്, നിങ്ങൾ എന്തേ പോകാഞ്ഞത്? നിങ്ങൾ എന്തേ ചെലവിന് പോകാഞ്ഞത്? ചില വീട്ടുകാർ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ, കേരളം കണ്ട ഏറ്റവും വലിയ ആ മഹാമനീഷിയുടെ മനസ്സ് തുറക്കുന്നത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു അത്രേ, പ്രിയപ്പെട്ടവരെ, വളരെ ഉൾക്കിടലത്തോടുകൂടി, മനഃശാഞ്ചല്യത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു അത്രേ, ആ വീട്ടുകാരൻ മരിച്ചു. ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ഗൃഹനാഥൻ മരണപ്പെട്ടു പോയി. ഗൃഹനാഥൻ മരിച്ചു കഴിഞ്ഞ വീട്ടിലെ ബാക്കിയുള്ള ആളുകളൊക്കെ യതീമീങ്ങളാണ്. അതുകൊണ്ട് കണ്ണിയത്ത് അഹമ്മദിന് യതീമുകളുടെ ഭക്ഷണം
വേണ്ട, യതീമുകളുടെ ഭക്ഷണം കണ്ണിയത്ത് അഹമ്മദിന് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നതെന്ന് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കോഴിക്കോട്ട് നടക്കുന്ന മുശാവറ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട്ട് നിന്ന് നടന്നു പോകുമായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, 1962 കാലഘട്ടത്തിൽ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ വളരെ വളരെ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ദുരിതമനുഭവിക്കുകയും വെള്ളപ്പൊക്കമുണ്ടാവുകയും ചെയ്തു. 1961 ചാലിയാർ പുഴ കര കവിഞ്ഞൊഴുകിയപ്പോ വെള്ളപ്പൊക്കമുണ്ടായ സാഹചര്യത്തിൽ വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. ആളുകളൊക്കെ ജനവാസം ഉപേക്ഷിച്ച് ജനവാസമുള്ള സ്ഥലത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട ഉസ്താദെ, നിങ്ങളൊന്ന് വന്ന് പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തോണിയിലെത്തി ശിഷ്യഗണങ്ങളോടൊപ്പം ചെന്ന് പ്രാർത്ഥന നിർവഹിച്ചു. തൽസമയം ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പ്രാർത്ഥന ഫലിക്കുകയും ആകാശത്ത് നിന്ന് തുടരെ പെയ്തുകൊണ്ടിരിക്കുന്ന മേഘാവൃതമായ ആ സാഹചര്യം മാറി തെളിഞ്ഞു, മഴ നിന്നു എന്ന് ചരിത്രം പറയുകയാണ്. ഇത് വാറോലയാക്കി അവതരിപ്പിക്കുകയല്ല, ഇത് കേവലം വർത്തമാനം പറയുകയല്ല, ഇത് കേവലം വെറും അവതരണത്തിന് വേണ്ടി സമയം പറയാൻ വേണ്ടി മാത്രം പറയുന്ന വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, കറാമത്തുകൾ കാണിച്ച ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആരായിരുന്നു? ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. കാലം ശംസ് എന്ന് പേര് വിളിച്ചു, കാലം ആലിമീങ്ങളുടെ ശംസ് എന്ന് പേര് വിളിച്ചു, പണ്ഡിതന്മാരുടെ സൂര്യൻ എന്ന് കാലഘട്ടം വിളിച്ചോതിയ മഹാനായ ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പരിശുദ്ധമായ ഇസ്ലാമിനെ, സുന്നത്ത് ജമാഅത്തിന്റെ തനതായ ആദർശത്തെ കേരളത്തിൽ ഇത്രമാത്രം പ്രചാരം നൽകുന്നതിന് വലിയ ശക്തിയായി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളായിരുന്നു. ഖാദിരിയ്യ ത്വരീഖത്തും റിഫായിയ്യ ത്വരീഖത്തും നക്ഷബന്ദിയ്യ ത്വരീഖത്തും ചിസ്തിയ്യ ത്വരീഖത്തും സമന്വയിച്ച വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. കേരളത്തിലെ 1980 കാലഘട്ടങ്ങളിൽ രംഗം പ്രവേശനം ചെയ്ത ക്രിസ്ത്യൻ പാതിരിമാരെ, ക്രിസ്ത്യൻ മിഷണറിമാരെ പാവപ്പെട്ട മുസ്ലിങ്ങളിൽ ഇൻജക്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനിസത്തെ തടയണ വെച്ചത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിപ്പോഴും ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എടക്കര ജുമുഅത്ത് പള്ളിയിലേക്ക് ഞാൻ നടന്നു പോകുന്ന ആ സ്ഥലം കാണുമ്പോൾ വല്ലാത്ത ഉൾക്കിടലത്തോടു കൂടി ഞാൻ ഓർക്കാറുണ്ട് ആ സംഭവം. മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ കറാമത്ത് വെളിവായ ആ വല്ലാത്തൊരു സ്ഥലം, ആ പാടശേഖരം ഞാൻ കാണാറുണ്ട്. എന്തായിരുന്നു സംഭവം എന്നറിയുമോ? നിലമ്പൂർ പ്രാന്തപ്രദേശത്തെ ഒരു കുടിയേറ്റ മേഖലയായ നിലമ്പൂർ ഭാഗത്തെ ഒരു പ്രദേശത്ത് 40ഓളം വരുന്ന കുടുംബങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം വിട്ട് ക്രിസ്ത്യാനിസത്തിലേക്ക് ചേക്കേറി. വിവരമറിഞ്ഞു ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ. സുറിയാനി ഭാഷ കൈകാര്യം ചെയ്യാനും അതൊക്കെ വളരെ മികച്ച രീതിയിൽ ബൈബിൾ കൈകാര്യം ചെയ്യാനുമൊക്കെ കഴിവുള്ള ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ കാലഘട്ടത്തിലെ ഓരോ സംവാദത്തിനൊരുങ്ങി, ക്രിസ്ത്യൻ പാതിരിമാരുമായി ഒരു സംവാദത്തിനൊരുങ്ങി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇന്നും ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് ആ പാടശേഖരമുള്ളത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വേദിയിലിരിക്കുന്നുണ്ട്. ഇതിന് സാക്ഷിയായ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പന്തല്ലൂർ കുഞ്ഞാമ മുസ്ലിയാരെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇന്നും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ വേദിയിലെ പല രംഗങ്ങൾക്കും സാക്ഷിയായ വലിയ വലിയ മഹത്തുക്കള് ആ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായി ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി, ചാട്ടുളി പോലെ മറുപടികൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എല്ലാത്തിനും മറുപടി കൊടുത്തു. അവസാനം പാതിരിമാരെ വത്തിക്കാൻ സിറ്റിയിലൊക്കെ പോയി അച്ചായന്മാരായി വന്നയാളുകള് അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ശരവേഗത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മറുപടി പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അവസാനത്തെ കളിക്ക് കൂടി ഇവർ പാതിരിമാർ അരങ്ങൊരുക്കി ഒരു ചോദ്യം ചോദിച്ചു.
അല്ലയോ അബൂബക്കർ മുസ്ലിയാർ, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, എന്റെ സമൂഹത്തിലെ ആലിമീങ്ങൾ ബനു ഇസ്രായേലരിലെ പണ്ഡിതന്മാരെ പോലെയാണ് എന്ന് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശംസുൽ ഉലമ പറഞ്ഞു, അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നല്ലോ, മരിച്ച ജീവച്ഛവങ്ങളെ അവർക്ക് ജീവൻ നൽകിയിരുന്ന, ജീവനോടെ എഴുന്നേറ്റ് പോന്നിരുന്ന, അവരൊന്ന് വിരലനക്കിയാൽ ജീവൻ വെച്ച് എഴുന്നേറ്റ് പോന്നിരുന്ന അത്രമാത്രം കഴിവുള്ള പ്രഗത്ഭരായ പ്രവാചകന്മാര് നിങ്ങളുടെ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആ പ്രവാചകന്മാർക്ക് തുല്യമല്ലേ നിങ്ങള്? അഥവാ നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, എന്റെ കാലഘട്ടത്തിലെ ഉലമാക്കൾ അമ്പിയാക്കളെ പോലെയാണ്, ബനു ഇസ്രായേലരിലെ അമ്പിയാക്കളെ പോലെയാണ്. അങ്ങനെയല്ലേ? അതുകൊണ്ട് അബൂബക്കർ മുസ്ലിയാരെ, ഒരൊറ്റ ചോദ്യമാണ്, ഒരൊറ്റ ചോദ്യം. നിങ്ങൾക്കുള്ള സ്ഥാനം, നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരുടെ സ്ഥാനം എന്നൊക്കെയാണല്ലോ. എന്നാൽ പിടിച്ചോളൂ ചോദ്യം, ഞങ്ങളുടെ അവസാനത്തെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. പാതിരിമാർ ഓരോരുത്തരായി പറയാൻ തുടങ്ങി, ഇതാ ഈ സ്പോട്ടിൽ നിങ്ങളെല്ലാവരും ഇവിടെയുണ്ട്, ഈ കൂടിയിരിക്കുന്ന പാരാവാരം മുഴുവൻ സാക്ഷികളായിട്ട് ഇവിടെയുണ്ട്. ഞങ്ങൾ കൊണ്ടുവരാം ഒരു ഡെഡ് ബോഡി, മരിച്ചുപോയ ഒരു ശവത്തെ, ഒരു മയ്യിത്തിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ജീവൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അബൂബക്കർ മുസ്ലിയാരെ എന്നൊരു ചോദ്യം. അല്ലാത്തൊരു ചോദ്യമാണ്, അല്ലാത്തൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം കേട്ടു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാഇ. ഒന്നിരുന്നു, തന്റെ കസേരയിൽ ഇരുന്നു, ഒരൽപ്പനേരം ആലോചിച്ചു. പിന്നെ എഴുന്നേറ്റ് മൈക്കിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മൈക്കുറക്കെ തട്ടിക്കൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, കൊണ്ടുവാടോ, എവിടെയാ തന്റെ മയ്യിത്തുള്ളത്? അബൂബക്കർ അതിന് ജീവൻ കൊടുക്കാം. സദസ് നിശ്ചലമായി. 40 കുടുംബങ്ങളിലെ 38ഓളം കുടുംബങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വന്നു. അന്ന് ആ വേദിയിൽ സാക്ഷിയായി, അന്ന് ആ വേദിയിൽ അതിന് സാക്ഷ്യം വഹിച്ചിരുന്ന, അന്ന് ആ സംവാദ വേദിയിൽ പാതിരിയായി നേതൃത്വം നൽകിയിരുന്ന ജോൾ മുണ്ടക്കൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആളെ പേര് മാറ്റിയിട്ടുണ്ട്, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ശംസുൽ ഉലമയുടെ ഈ വലിയ കറാമത്ത് കണ്ടിട്ട് കടന്നു വന്നിട്ടുണ്ട്. ആർക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ? കൊണ്ടുവാടോ മയ്യിത്ത്, ഞാൻ ജീവൻ നൽകാമെന്ന് ആർക്കാ പറയാൻ പറ്റുക? ചങ്കൂറ്റത്തോടു കൂടി ആർക്കാ പ്രസ്താവിക്കാൻ പറ്റുക? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇവരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാഇയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും അവരുടെ മാർഗരേണുവിൽ അതുപോലെ സഞ്ചരിച്ച ആളുകളാണ് പിൽക്കാലത്ത് നമുക്ക് നേതൃത്വം നൽകിയ ആളുകൾ. ബഹുമാനപ്പെട്ട ശൈഖുനാ കാളമ്പാടി ഉസ്താദിന്റെ ചരിത്രം അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ വായിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. മൻ തവാലഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. ആരെങ്കിലും ഒക്കെ വിനയം കാണിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒക്കെ വിനയം കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഫഅഹുല്ലാഹ്, അയാളെ ഉയർത്തിക്കളയും. അല്ലാഹു അയാൾക്ക് വലിയ സോപാനങ്ങൾ, വലിയ ഉന്നതമായ പദവികൾ അല്ലാഹു നൽകും. വമൻ തകബ്ബറ, ആരെങ്കിലും അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ വളഅഹുല്ലാഹ്, അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴെ വെക്കും. അതുകൊണ്ടാണ് മഹാന്മാരായ കവികളൊക്കെ പറഞ്ഞതുപോലെ റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു തംശി ബിഹാ ഖാലിഅൻ മിഖ്ദാർ അസ്ഖാലി. അറിവെന്ന് പറയുന്ന ഭാണ്ഡമുള്ളത് കൊണ്ട്, മനോഹരമായ അറിവെന്ന ഭാണ്ഡമുള്ളത് കൊണ്ട് ജീവിതത്തിൽ വിനയം പാലിച്ചു. മഹാനായ കാളമ്പാടി ഉസ്താദ്, അധിക കാലഘട്ടമൊന്നും ആയിട്ടില്ലല്ലോ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് നമ്മളിൽ നിന്ന് യാത്ര പിരിഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുക. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ 3 പെൺകുട്ടികൾ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ബഹുമാനപ്പെട്ടവർ പട്ടിക്കാട് ജാമിഅ
നൂരിയയിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഹദീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വന്നത്, എഴുത്തു വന്നു. മക്കള് 3 പെൺമക്കൾ നെഞ്ചോട് ചേർത്ത് ഓരോ ബാപ്പയും ഉമ്മയും തപിക്കുന്ന ഹൃദയത്തോടു കൂടി വളർത്തി വലുതാക്കിയ പൊന്നോമന പെൺമക്കൾ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി ഈ ലോകത്ത് നിന്ന് യാത്രയായി അള്ളാഹുവിലേക്ക് പോയിരിക്കുന്നു എന്ന വാർത്ത ബഹുമാനപ്പെട്ട ഉസ്താദിന് കൊടുത്തു. കിതാബ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് കിട്ടിയ പേപ്പർ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് കിതാബിന്റെ താഴേക്ക് വെച്ചു. ക്ലാസ് തുടർന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വലിയ വലിയ സ്ഥാനങ്ങൾ തേടിയെത്തിയാലും, വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ വിരചിതനായാലും, വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെട്ടാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുമാണ് ഈ ആളുകളെയൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മനോഹരമായി വർണ്ണിക്കാൻ തന്നെ വലിയ വലിയ ചിത്രങ്ങളായി നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം കുറച്ചു മുമ്പ് ഒരു സഹോദരൻ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ, അൽഹംദുലില്ലാ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പടയണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ ഇന്നേറെയാണ്. ഇബാദ് എന്ന് പറയുന്ന ഒരു സംഘടന കൊട്ടിഘോഷങ്ങളില്ല, മേളക്കൊഴുപ്പുകളില്ല, വലിയ വലിയ തരത്തിലുള്ള പ്രഭാഷണങ്ങളൊന്നും നടത്താതെ സൈലന്റ് റവല്യൂഷനായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇബാദ് എന്ന് പറയും. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകളെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകൾ, ആ വഴിയിൽ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിയിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ പരിശുദ്ധരായ നമ്മുടെ ഉസ്താദുമാരോടൊക്കെ ചോദിച്ചു അത്രേ, കേരളത്തിൽ ഒരുപാട് സംഘടനകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലാ സംഘടനകളും അക്ഷരപ്പൂട്ടുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സംഘടനകൾ കേരളത്തിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ ഏത് സംഘടനയിലാ മെമ്പർഷിപ്പ് എടുക്കേണ്ടത്? സമസ്തയുടെ ആലിമീങ്ങൾക്ക് പറയാമായിരുന്നു, SKSSFന്റെ പ്രവർത്തകന്മാർക്ക് പറയാമായിരുന്നു, പോരെ സമസ്തയിലേക്ക് പോരെ, ഇങ്ങോട്ട് പോരെ എന്ന് പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. ആലിമീങ്ങൾ പറഞ്ഞ ഒരു വിഷയം, ഒരേ ഒരു വിഷയം, അതൊന്നു മാത്രമായിരുന്നു. 6 മാസം നിനക്ക് പഠിക്കാനുള്ള ഒരു അവസരം തരാം. കേരളത്തിലെ സംഘടനകളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം, 6 മാസത്തെ അവസരം നിനക്കൊരുക്കി തരാം. നീ തന്നെ തീരുമാനിക്ക്, നീ തന്നെ കണ്ടെത്ത് ഏത് സംഘടനയിലാണ് നീ ചേരേണ്ടതെന്ന്. 6 മാസം കഴിഞ്ഞു. ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ അംഗത്വം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അംഗത്വം എന്ന് പറഞ്ഞാൽ പേപ്പറിൽ കൊടുക്കുന്നതല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ ആദർശ പടയണി മുന്നോട്ട് വെക്കുന്ന ആദർശത്തെ മുറുകെ പിടിക്കുന്നയാളായി ഞാൻ ജീവിക്കാൻ തയ്യാറാണ്, സമസ്തയുടെ അനുഭാവിയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ, 6 മാസം നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തന്നെയാണ് ഞാൻ നിൽക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന ചോദ്യം ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ അവരോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, കഴിഞ്ഞ കാലങ്ങളിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഈ ആദർശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ മരണരംഗത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു, അവരുടെ അവസാനത്തെ സമയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു. അങ്ങനെയാണ് ഞാൻ സമസ്തക്കാരനായത്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവരെ അവസാനത്തെ രംഗങ്ങൾക്ക് സാക്ഷിയായ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കുട്ടി ഹസൻ ദാരിമിയെ പോലെയുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ സമയമെത്തിയപ്പോ രാത്രി പകുതിയും കഴിഞ്ഞ് സുബഹിയോടടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകള് എല്ലാവരെയും വിളിച്ചുകൂട്ടിയവരോടൊക്കെ യാസീൻ ഓതാൻ വേണ്ടി പറഞ്ഞു. പരിശുദ്ധമായ യാസീൻ എല്ലാവരും മനോഹരമായി പാരായണം ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മരണമാസന്നമായി കഴിഞ്ഞാൽ, മരണത്തിന്റെ മാലാഖ വന്നെത്തുന്നു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ യാസീൻ തുടങ്ങണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. യാസീൻ ഓതി. അപ്പോഴാണ് പരിശുദ്ധമായ ബാങ്കിന്റെ ബാങ്കുലിനാദം പള്ളിമിനാരങ്ങളിൽ നിന്ന് മനോഹരമായി മുഴങ്ങുന്നത്. അല്ലാഹു ഒരുവനാണ്, അല്ലാഹു
വലിയവനാണ്, മുത്തുനബിയെ പ്രവാചകനായി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു തുടങ്ങിയ ബാങ്കിന്റെ മനോഹരമായ വചനങ്ങൾ പെയ്തിറങ്ങി. ഏറ്റവും അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിനർഹൻ, ആരാധനക്കർഹൻ അല്ലാഹു ഒഴികെ മറ്റാരുമില്ലെന്ന പ്രഖ്യാപനം, ഏതൊരു മുസ്ലിമിന്റെയും ആദർശ പ്രഖ്യാപനം, ഹൃദയത്തിലൂന്നിയ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം പള്ളിയിൽ നിന്ന് ബാങ്കുലിനാദത്തിൽ മുഴങ്ങുകയും അതോടൊപ്പം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചൈസ്തരം പ്രഖ്യാപിക്കുകയും കയ്യിൽ നിന്നുള്ള തസ്ബീഹ് മാല താഴെ വീഴുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ വന്ന ഒരു സയ്യിദ്, കേരളത്തിന് ആത്മീയതയുടെ സുഗന്ധ പീയൂഷം നൽകിയ അത്യുന്നതനായ സോപാനങ്ങളിലേറി നിന്ന ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങള് ആ വട്ടക്കെട്ട് കണ്ടാൽ തന്നെ എന്ത് പ്രൗഢിയാണ്, എന്ത് ആഢ്യത്വമാണ്, കാണാൻ എന്തൊരു മനോഹാരിതയാണ്, എന്തു ചാരുതയാണ്. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ മക്കത്തുൽ മുക്കറമയിൽ പോയി അവിടെ നിന്ന് തവാഫ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് യാത്രയായി കഴിഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിച്ചു എന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആരെങ്കിലും ഹജ്ജിലായിരിക്കുമ്പോ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളിലെ മശ്ശറാവൻ സഭയിലെ കോടിക്കണക്കിന് വരുന്ന ആളുകളെ ഹിസാബ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കഠോരമായ ആ സമയത്ത് വരുന്നത് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വേഷമണിഞ്ഞ് തൽബിയത്തിന്റെ മന്ത്രധ്വനി ഉരുവിട്ടുകൊണ്ടായിരിക്കും അവർ പരിശുദ്ധമായ മഹ്ശറിലേക്ക് കടന്നു വരികയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ അവസാനത്തെ രംഗവും കലിമത്തു തൗഹീദിലായിരുന്നു. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രദേശത്തുകാർക്ക് തീരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റ് പദവിയിൽ ഒരുപാട് കാലം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇരുന്നു. കേരളത്തിലെ ഒരുപാട് സദസ്സുകളിലേക്ക്, ഇതുപോലെ നടത്തപ്പെടുന്ന വിവിധ സദസ്സുകളിലേക്ക് ദുആക്ക് വേണ്ടി ഉസ്താദിനെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഞണ്ടാടി ശൈഖിന്റെയും ബഹുമാനപ്പെട്ട കാലഘട്ടത്തിന്റെ ഇതിഹാസമായി ആത്മീയ ചക്രവാളത്തിലെ സൂര്യ തേജസ്സായി മിന്നിത്തിളങ്ങിയ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുസ്താദിന്റെ ആത്മീയ ശിക്ഷണത്തിൽ വളർന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ അവസാനത്തെ രംഗം മകൻ നൂർ ഫൈലിയും ബഹുമാനപ്പെട്ട ബഷീർ ഫൈലിയും ഒക്കെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവസാന രംഗമായപ്പോ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ഏറ്റവും അവസാനത്തെ രംഗമായി കഴിഞ്ഞപ്പോ ആള് പെണ്ണുങ്ങളോടൊക്കെ റൂമിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പറഞ്ഞു, പെണ്ണുങ്ങളോട് മാറിപ്പോകാൻ പറഞ്ഞു. പിന്നെ വീട്ടിലുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് എല്ലാവരോടും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നടത്തിയിരുന്ന ദിക്ർ ഹൽഖ തുടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ദിക്ർ ഹൽഖ ചൊല്ലിക്കഴിഞ്ഞു, യാസീൻ ഓതാൻ തുടങ്ങി. യാസീൻ ഓതി പരിശുദ്ധമായ യാസീനിലെ ഖൽബുൽ ഖുർആനിന്റെ ഹൃദയമായ യാസീനിലെ സ്വർഗത്തിന്റെ മനോഹരമായ അവാച്യമായ അവർണ്ണനീയമായ സ്വർഗത്തിന്റെ വളരെ വലിയ മനോഹാരിതകൾ പറയുന്ന, സ്വർഗത്തിലെ മനോഹരമായ അവസ്ഥകൾ പറയുന്ന ഇന്നാ സുഹാബൽ ജന്നത്തിൽ യൗം എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ പദങ്ങൾ, ഓരോ വാക്കുകളും ഓരോരുത്തരും ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവസാനം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന പദമെത്തിയപ്പോ, എന്ന വാക്കെത്തിയപ്പോ, പരിശുദ്ധമായ ഖുർആനിലെ ശ്രദ്ധേയമായ ആ പദമെത്തിയപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ പദം ഉച്ചരിക്കുകയും കലിമ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് യാത്ര പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദാണ് നമുക്ക് നേതൃത്വം നൽകിയത്. ആരായിരുന്നു ശൈഖുനാ
ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സൈനുൽ ഉലമ എന്ന് നമ്മളെ വളരെ ആദരവോടുകൂടി കേരളീയ മുസ്ലിങ്ങൾ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന സൈനുൽ ഉലമ ആരായിരുന്നു? പാണ്ഡിത്യത്തിന്റെ നിറകുടമായ ഏത് മസ്അലയും, ഏത് ഓണം കേറാ മസ്അലയും മനോഹരമായി കൈകാര്യം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. വിനയവും ലാളിത്യവും എളിമയും ജീവിതത്തിന്റെ വലിയ മുഖമുദ്രകളാക്കി ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അവസാനത്തെ സമയവും ഇങ്ങനെയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അള്ളാഹുവിലേക്ക് യാത്രയായത്. ഏറ്റവും തൊട്ടു മുമ്പ് വഫാത്തായ ശൈഖുനാ കുമരംപുത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളോടൊപ്പം നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഖബാധിതനായിരുന്നു. ഞാൻ ഓർത്തു പോവുകയാണ്, കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ചില സാഹചര്യങ്ങളിൽ രൂപപ്പെട്ട ഏക സിവിൽ കോഡ് പ്രശ്നത്തിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയ ഒരു പ്രതിഷേധ സമ്മേളനം ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ പരിശുദ്ധമായ ശരീഅത്ത് ഇവിടെ വികലപ്പെടുത്താൻ, പരിശുദ്ധമായ ശരീഅത്തിനെ മോശമാക്കാൻ ആരെയും അനുവദിക്കുകയില്ല, ആർക്കും അതിന് വഴിയൊരുക്കുകയില്ല. പരിശുദ്ധമായ ശരീഅത്ത് ഇന്ത്യ മഹാരാജ്യത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഞങ്ങൾക്കാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളം മുഴുവൻ പ്രഘോഷണം നടത്തി. മലപ്പുറത്തെ ഒരു പ്രദേശത്തേക്ക്, മലപ്പുറം ജില്ലയിലെ നമ്മുടെ കുന്നുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇന്ന് സുന്നി മഹൽ എന്ന് പറയുന്ന നമ്മുടെ സുന്നി മഹൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ജില്ലാ കമ്മിറ്റിയുടെയൊക്കെ ആസ്ഥാനമായ സുന്നി മഹലിന്റെ താഴെ ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ മലപ്പുറം ജില്ല സത്യത്തിൽ വീർപ്പുമുട്ടുകയായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പോസ്റ്റർ അടിച്ചിട്ടല്ല, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടല്ല, ആലിമീങ്ങൾ ഒരു വിളി വിളിച്ചാൽ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് അതിന്റെ പ്രവർത്തകന്മാർ രംഗപ്രവേശനം ചെയ്യാറുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ സമ്മേളനത്തിൽ, ഐതിഹാസികമായ ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിച്ച ശരീഅത്ത് സംരക്ഷണ റാലി പ്രതിഷേധം, ആ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദ് വന്ന രംഗം ഇപ്പോഴും എൻ്റെ കണ്ണിന്റെ മുമ്പിലുണ്ട്. വീണിട്ട് കൈ ഒടിഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ. പ്ലാസ്റ്റർ ഇട്ട കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീക പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതൻ, അതിന്റെ പ്രസിഡന്റ്, അതിന്റെ അമരക്കാരൻ കയറി വരുന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. വാർദ്ധക്യം ബാധിച്ചതാണെങ്കിലും വീട്ടിലിരുന്നു കൂടെ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. പക്ഷേ മരണം വരെ ഇസ്ലാമിന് വേണ്ടി, സുന്നത്തിന് വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് വേണ്ടി ആദർശം പണയപ്പെടുത്താതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദ് ദിവസങ്ങളായി വായ അടക്കുന്നേയില്ല, വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ഏറ്റവും അവസാനത്തെ രംഗമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വായ ഓപ്പൺ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഉസ്താദിന്റെ ശ്വാസഗതി പ്രശ്നത്തിലായിരിക്കുകയാണ്. ഉസ്താദിന്റെ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബോധമില്ലാതെ ദിവസങ്ങളോളം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വെന്റിലേറ്ററിൽ കഴിഞ്ഞു. അങ്ങനെ അവസാനത്തെ രംഗം വന്നു. കൂടെ നിന്ന ആളുകളൊക്കെ തഹ്ലീൽ ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. സക്കറാത്തുൽ മൗത്തിന്റെ അവസ്ഥ കൂടെ നിന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി. മരണത്തിന്റെ മാലാക റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന രംഗം ബഹുമാനപ്പെട്ട കൂടെയുണ്ടായിരുന്ന ആളുകളൊക്കെ ദർശിച്ചെടുത്തു, മനസ്സിലാക്കിയെടുത്തു. ഉസ്താദിന് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. തഹ്ലീലിന്റെ മന്ത്രമനോഹരമായ വരികൾ ചൊല്ലിക്കൊടുത്തപ്പോ അതുവരെ വായ പൂട്ടാതിരുന്ന ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചുണ്ടുകൾ കൊണ്ട് ഉച്ചരിച്ചു. എന്നേക്കുമായി വായ അടച്ചു, അള്ളാഹുവിലേക്ക് യാത്രയായി. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ. ജീവിതത്തിലെ കറാഹത്ത് ചെയ്യുക പോലും ചെയ്യാത്ത, കറാഹത്തിനെ കുറിച്ച് ആലോചിക്കാത്ത, തിന്മയുടെ അണു പോലും ഇല്ലാത്ത, ഒരു അളവ് പോലും തിന്മ കണ്ടെത്താൻ പറ്റാത്ത പരിശുദ്ധരായ നിഷ്കളങ്കരായ ആളുകൾ. ബഹുമാനപ്പെട്ട ശൈഖുനാ കോട്ടുമല ബാപ്പുസ്താദിനെ ഞാൻ ഓർത്തുപോവുകയാണ്. 3 വർഷമായി ഞാൻ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എടക്കര പള്ളി
പള്ളിയിലെ എനിക്ക് ആദ്യമായി ജുമുഅ തുടങ്ങി തന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ്. അന്ന് ഞാൻ പഠിപ്പിച്ചിരുന്ന ദാറുൽ ഇഹ്സാൻ വാഫി കോളേജിലെ എൻ്റെ വിദ്യാർത്ഥികളുമായി വന്ന് കാണുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്ത രംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു കോട്ടുമല ബാപ്പുസ്താദ് അവറുകൾ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സെക്രട്ടറി പദത്തിലിരുന്നു. നമ്മളെന്നും നമ്മുടെ വീട്ടു പതിവാതിൽക്കൽ വന്ന് നമ്മളെ സുപ്രഭാതത്തിൽ കാത്തിരിക്കുന്ന നമ്മുടെ പത്രം സുപ്രഭാതം, സുപ്രഭാതത്തിന്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളായിരുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന നമ്മുടെ 10,000-കണക്കിന് വരുന്ന മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അമരക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. അതിലപ്പുറം കേരള സർക്കാർ ഒരു ബഹുമതി കൂടി ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പുസ്താദിന് കൊടുത്തു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ്. സാധാരണഗതിയിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഭരണകാലം മാത്രമാണ് ഒരാള് ഹജ്ജ് കമ്മിറ്റിയുടെ പദവിയിലിരിക്കുക. ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല ബാപ്പുസ്താദ് 2 തവണയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട കേരള ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. നിസ്വാർത്ഥമായ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെത്. എങ്ങനെയാ കോട്ടുമല ഉസ്താദിന് ഇത്ര ഉന്നതമായ സോപാനങ്ങളിലേക്ക് കയറാൻ പറ്റിയത്? വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, നമ്മളോട് പ്രസ്താവിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, നല്ല വിളയുള്ള സ്ഥലത്ത്, നല്ല വളക്കൂറുള്ള മണ്ണുള്ള സ്ഥലത്ത് വിതച്ചാലേ നല്ലത് കൊയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കോമ മുസ്ലിയാരുടെ പേരമകനായി, ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെ മകനായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല ബാപ്പ മുസ്ലിയാര് ആ ശിക്ഷണത്തിലാണ് ജീവിച്ചത്. വന്നിരായ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മജ്ലിസുന്നൂർ അമീറും സംസ്ഥാന അമീറും കോഴിക്കോട് ഖാദിയുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഉദ്ഘാടന ഭാഷണം നടക്കാൻ പോവുകയാണ്. ഈ പണ്ഡിതന്മാർക്കും ഈ ആലിമീങ്ങൾക്കും ഈ സാദാത്യങ്ങൾക്കും പിന്നിലാണ് നമ്മൾ അണിനിരന്നിട്ടുള്ളത്. കാലങ്ങളായി നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സയ്യിദന്മാരെന്ത് പറയുന്നു, തങ്ങന്മാരെന്ത് പറയുന്നു, പണക്കാട്ട കുടുംബം എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ആലിമീങ്ങളും ബഹുമാനപ്പെട്ട സച്ചരിതരായ നമ്മുടെ ഉലമാക്കളും നമ്മുടെ സയ്യിദന്മാരും എന്താണോ പറയുന്നത് ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട വഴിത്താരയ്ക്ക് പിന്നിൽ അണിനിരക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.